നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തും പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്തും മികവിന്റെ 1/4 നൂറ്റാണ്ട് പിന്നിട്ട് CCTV കമ്മ്യൂണിറ്റി കേബിൾ നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന CCTVയുടെ രജത ജൂബിലി ആഘോഷം സെപ്റ്റംബർ 28 ഞായറാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം ചെമ്മണ്ണൂർ ഷേഖ് പാലസ് ഓഡിറ്റോറിയത്തിൽ കുടുംബസംഗമത്തോടെയാണ് ആഘോഷത്തിന് തുടക്കമാവുക. കേബിൾ TV ഓപ്പറേറ്റർമാർ, CCTV ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന സംഗമം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷനാകും. വിവിധ കലാപരിപാടികളും ഉണ്ടാകും. തുടർന്ന് വൈകിട്ട് 4:30 ചേരുന്ന ജൂബിലി പൊതുസമ്മേളനം വിവിധ കർമ്മമേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ 25 ചിരാതുകളിൽ തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ CCTVയുടെ വളർച്ചയുടെ വഴികളും വിവിധ മേഖലകളിലെ പ്രമുഖരുടെ ആശംസകളും അനുഭവക്കുറിപ്പുകളും രേഖപ്പെടുത്തിയ ഇമ്പം ഇരമ്പം എന്ന പേരിലുള്ള സോവനീർ പ്രകാശനം ചെയ്യും. സിൽവർ ജൂബിലിയുടെ ഭാഗമായി മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ എഴുതിയ വരികൾക്ക് ഈണം നൽകി പ്രശസ്ത സംഗീത സംവിധായകൻ നിഖിൽ പ്രഭ ആലപിച്ച തീം സോങ് ചടങ്ങിൽ പുറത്തിറക്കും. CCTV ആരംഭിച്ച ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി യുവകവി അനിൽകൃഷ്ണൻ അരിയന്നൂർ എഴുതി നിഖിൽ പ്രഭ സംഗീതം നൽകി ഗായിക സംയുക്ത ആലപിച്ച ദൃശ്യാവിഷ്കാരത്തിന്റെ പ്രകാശനവും നടക്കും. തുടർന്ന് നൃത്തഗാന ഹാസ്യവിരുന്നിന്റെ നിറച്ചാർത്തൊരുക്കുന്ന മെഗാ ഷോ അരങ്ങേറും. ജനപ്രതിനിധികൾ, സാമൂഹ്യപ്രവർത്തകർ, കലാ-സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ, വ്യാപാരി സുഹൃത്തുക്കൾ, ഉദ്യോഗസ്ഥ മേധാവികൾ, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിക്കും. വിവരവിജ്ഞാന മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച CCTV സാധാരണക്കാർക്ക് പ്രാപ്യമാകും വിധമുള്ള നിരക്ക് മാത്രം ഈടാക്കി മികച്ച കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനമാണ് നൽകുന്നത്. കോവിഡ് കാലത്തുൾപ്പെടെ അർഹരായവർക്ക് സൗജന്യ കണക്ഷനും മറ്റും നൽകി. വിവിധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും ആശ്രയിക്കുന്നത് CCTV സിഗ്നലുകളെയാണ്. സർക്കാർ നടത്തുന്ന K-ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായും സഹകരിച്ചു വരുന്നുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിലായി കുന്നംകുളം, ഗുരുവായൂർ, ചാവക്കാട് നഗരസഭകളും 25 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന CCTV നെറ്റ്വർക്കിന് കീഴിൽ 1 ലക്ഷത്തിൽ പരം ഡിജിറ്റൽ കേബിൾ കണക്ഷനുകളും 1/2 ലക്ഷത്തിൽ പരം ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുമുണ്ട്. നമ്മൾ സബ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത് നമ്പർ 1 ആണ്. എണ്ണത്തിലും എല്ലാത്തിലും പല പ്രാവശ്യം സംസ്ഥാന തലത്തിലുള്ള ഞങ്ങളുടെ സംഘടനകളും കേബിൾ സ്കാനൊക്കെ നൽകിയിട്ടുള്ള അവാർഡുകളൊക്കെ നമുക്ക് കിട്ടാറ്. ഒരു BTech കഴിഞ്ഞ ഒരു ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യൻ വന്നാലേ അവന് കേബിൾ TVയിൽ കണക്ഷൻ കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ പലരും നമ്മുടെ അടുത്ത് ആദ്യം പുതിയ പഠിക്കണം. അതിനുവേണ്ടി ഒരു അക്കാദമി തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കൊല്ലങ്ങളായിട്ട്. ആദ്യം നമ്മൾ ക്യാമറ പഠിപ്പിക്കുന്നത് തുടങ്ങി, എഡിറ്റിംഗ് പഠിപ്പിക്കുന്നത് തുടങ്ങി. അത് നമ്മുടെ ആവശ്യമാണ് പ്രാദേശിക ചാനലിന്. അത് കഴിഞ്ഞപ്പോൾ കേബിൾ ടെക്നീഷ്യന്മാരും ബ്രോഡ്ബാൻഡ് ടെക്നീഷ്യന്മാരും അത് സ്പ്ലൈസ് ചെയ്യുന്ന സ്പ്ലൈസർമാരും കൂടിയിട്ടുള്ള ഒരു കോഴ്സ് തന്നെ തുടങ്ങി. 5ാമത്തെ ബാച്ച് ഇപ്പോൾ നടക്കണം. ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ തന്നെ ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു, ഇവിടെ പഠിച്ചതാണ്. വെറും +2 കഴിഞ്ഞ് ഈ കോഴ്സ് കഴിഞ്ഞു, നിങ്ങളുടെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഇങ്ങോട്ടിപ്പോൾ ആഫ്രിക്കയിൽ ഒരുപാട് വലിയ കമ്പനികളിൽ, ഈവൻ കുന്നംകുളം ഞങ്ങൾക്ക് വേണ്ടി 40,000 രൂപ സാലറി കൊടുത്തിട്ട് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹമാണ് ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സംഭവം എന്നർത്ഥം. അതേപോലെ ഇവിടുന്ന് പോയ പല പിള്ളേരും, ഇപ്പോൾ കേരള വിഷനിൽ തന്നെ ഇവിടുത്തെ പല കുട്ടികളും, കേരള വിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ രാജ്യത്ത് 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രോഡ്ബാൻഡ് കമ്പനിയിലേക്ക് ഈ CCTVന്ന് ഒട്ടേറെ പേര് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. ഒക്കെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടികളാണ്. 115 കേബിൾ ഓപ്പറേറ്റർമാർ വഴി 1000-ഓളം പേർക്ക് തൊഴിൽ നൽകി അവരുടെ കുടുംബങ്ങളുടെ അത്താണിയാകുവാൻ സാധിച്ചിട്ടുണ്ട്. 2000-ലാണ് അങ്ങനെ ഒരു മെത്തേഡിൽ ഇൻഡിവിജ്വൽ കേബിൾ TV എന്നുള്ളത് മാറി അതൊരു കൂട്ടായ്മയിൽ കേബിൾ TV വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനെ, ഇൻഡസ്ട്രീനെ വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളതൊരു അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിജയകരമായ ഒരു മാതൃകയാണ് കുന്നംകുളത്തെ മാതൃക. ഈ കുന്നംകുളത്തെ മാതൃകയാണ് പിന്നെ സ്റ്റേറ്റിൽ മുഴുവൻ പടർന്നതും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ജില്ലകളിലേക്കും പടർന്ന് പന്തലിച്ചത്. അപ്പം അതിൻ്റെ ഒരു നാന്ദിയാണ്. അതിൻ്റെ ഒരു 25ാം വാർഷികം, ഇവിടെ 25ാം വാർഷികം വരുമ്പോൾ ഇതിൻ്റെ പിന്നാലേക്ക് ഇനി ഒരുപാട് 25ാം വാർഷികങ്ങൾ വരുമല്ലോ. കാരണം അതൊക്കെ ഇതിൻ്റെ പിന്നാലെ പിടിച്ച് കുന്നംകുളത്താണ് ശരിക്കും ഏറ്റവും ആദ്യത്തെ എന്ന് പറയാൻ പറ്റുന്ന. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി കഴിഞ്ഞ 19 വർഷമായി 15,000-ഓളം പേർക്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ പുരസ്കാരവും 5,000-ഓളം പേർക്ക് പഠന സഹായമായി സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട്. കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ മാള് അവർക്ക് പണിയാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങളുടെ കേരള വിഷൻ എന്നുള്ള കാര്യം മറക്കണ്ട. അതുമാതിരി എല്ലാ വ്യവസായത്തിനും അത് പറ്റും. നമുക്കിന്ന് വൻകിട കമ്പനികളെ മാറ്റി നിർത്താൻ ഇനി ഒരിക്കലും പറ്റില്ല. അവർക്ക് വാതിൽ തുറന്നിട്ട് കഴിഞ്ഞു. ഇനി ഒരു തരത്തിലും നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ KT സഹദേവൻ, ജോയിന്റ് കൺവീനർ TV ജോൺസൺ, ചെയർമാൻ KC ജോൺസൺ, വൈസ് ചെയർമാൻ അബ്രഹാം ലിങ്കൺ തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ അന്നും ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ പോലെ തന്നെ എന്റെ രാജ്യം എന്നുള്ള സാധനം തന്നെയാണ്.
അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ട് ഒരുമിച്ച് വന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു വിജയം കെട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു സഹകരണമില്ല, ഭയങ്കര അല്ല ഇന്ന് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് 8 പവനോളം സ്വർണ്ണാഭരണം കവർന്നു. പട്ടാമ്പി ടൗണിൽ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആരാധന ജ്വല്ലറിയിലാണ് മോഷണമുണ്ടായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് 8 പവനോളം സ്വർണ്ണാഭരണമാണ് കവർന്നിരിക്കുന്നത്. പട്ടാമ്പി ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് കയറുന്നതിന് സമീപത്തുള്ള ആരാധന ജ്വല്ലറി കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ജ്വല്ലറിയുടെ ഷട്ടർ കുത്തി തുറന്ന് മുൻവശത്തെ ഗ്ലാസ് അടിച്ചു തകർത്താണ് മോഷ്ടാക്കൾ ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത്. ജ്വല്ലറിയിൽ ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന 8 പവനോളം സ്വർണ്ണാഭരണമാണ് മോഷണം പോയതെന്നാണ് സ്ഥാപന ഉടമ പോലീസിൽ അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് മോഷണ വിവരം പുറംലോകം അറിയുന്നത്. തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെയുള്ള സംഘവും പരിശോധനയ്ക്ക് എത്തിയിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പട്ടാമ്പി ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ നടന്ന മോഷണം വലിയ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഏത് സമയവും വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയോരത്തും റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുമാണ് ജ്വല്ലറി സ്ഥിതി ചെയ്യുന്നത്. സംഭവത്തിൽ പോലീസ് വിശദമായ പരിശോധനയാണ് നടത്തുന്നത്. ഈ വർഷത്തെ തൃത്താല ഉപജില്ലാ കലോത്സവം നവംബർ 3, 4, 5, 6 തീയതികളിലായി കൂറ്റനാട് വട്ടനാട് GVHS സ്കൂളിൽ നടക്കും. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന യോഗം ഉദ്ഘാടനം ചെയ്തു. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാലിയക്കൽ ബാവ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രസാദ്, പ്രിൻസിപ്പാൾ CA അഞ്ജന, ഹെഡ്മാസ്റ്റർ ശിവകുമാർ PP, PTA പ്രസിഡന്റ് KP സിദ്ദിഖ്, SMC ചെയർമാൻ M പ്രദീപ് എന്നിവർ സംസാരിച്ചു. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയായി. പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. ആകെ 29 ഷട്ടറുകളാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിനുള്ളത്. 102 കോടി രൂപ ചെലവിട്ടാണ് കുമ്പിടിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത്. 2022 ഡിസംബറിൽ ആരംഭിച്ച പാലം നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാനായി. ഗതാഗതത്തിന് പുറമെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്കുള്ള ജലസംഭരണവും ടൂറിസവുമെല്ലാം പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഇരുജില്ലയ്ക്കും ഇത് ഒരുപോലെ അനുഗ്രഹമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. അതേസമയം പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നീളുന്നതായുള്ള ആശങ്കകളും ശക്തമാവുന്നുണ്ട്. വെള്ളിയാങ്കല്ല്, ചമ്രവട്ടം റെഗുലേറ്ററുകൾ അതത് ജില്ലകൾക്കു മാത്രമാണ് ഉപകാരമെങ്കിൽ കാങ്കക്കടവ് റെഗുലേറ്റർ പാലക്കാടിനും മലപ്പുറത്തിനും ഒരുപോലെ ഉപകാരപ്രദമാകും. വേനലെത്തും മുമ്പ് വെള്ളിയാങ്കൽ റെഗുലേറ്റർ അടയ്ക്കുന്നതോടെ റെഗുലേറ്ററിനും താഴേക്കുള്ള ഭാഗങ്ങളിൽ നിളയിലെ നീരൊഴുക്ക് കുറയാറാണ് പതിവ്. കാങ്കപ്പുഴ റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരുജില്ലയിലെയും വിവിധ പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാൻ സാധിക്കും. ശുചിത്വമാണ് സേവനം എന്ന സന്ദേശം ഉയർത്തി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ശുചിത്വോത്സവം നടത്തി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. LP വിഭാഗത്തിൽ നിന്നും 106 പേരും UP വിഭാഗത്തിൽ നിന്ന് 48 പേരും പങ്കെടുത്ത് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ക്വിസ് മാസ്റ്റർ K പ്രശാന്ത്, RP K മഞ്ജുഷ എന്നിവർ നേതൃത്വം നൽകി. വിജയികൾക്ക് മൊമന്റോയും പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകി. വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. മെമ്പർ MT ഗീത, സെക്രട്ടറി KV ചന്ദ്രദാസ്, GEOമാരായ K രമ, VP അനുമോദ് എന്നിവർ സംസാരിച്ചു. പട്ടാമ്പി നഗരസഭയിൽ മഹാശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ സ്വച്ഛത് ഹി സേവ ശുചിത്വോത്സവം വാരാഘോഷത്തോടനുബന്ധിച്ചാണ് മഹാശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി മഹാശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുക്കളും ഞാൻ വലിച്ചെറിയില്ല. നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ KT റുക്കിയ, കൗൺസിലർമാരായ KR നാരായണസ്വാമി, നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.
നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ, തൊഴിലുറപ്പ് ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖല ID കാർഡ് വിതരണവും മേഖലാ കൺവെൻഷനും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11-ന് കൂറ്റനാട് പ്രസ് ക്ലബ് ഹാളിൽ നടക്കുന്ന ID കാർഡ് വിതരണവും അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും ഷൊർണൂർ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് R. മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും. CPIM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, BJP കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് നെറവക്കാട്, KMBU സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, ഈ മേഖലയിൽ വിവിധ പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, പ്രാദേശിക ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ രണ്ടാമത്തെ സമ്മേളനമാണ് കൂറ്റനാട് നടക്കുന്നത്. തുടർന്ന് നടക്കുന്ന മേഖലാ കൺവെൻഷനിൽ പ്രവർത്തന റിപ്പോർട്ട്, ചർച്ച, പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ എന്നിവ നടക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു. CPM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാഷ്, BJP കപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. മേഖലയിലെ പത്രദൃശ്യ മാധ്യമ രംഗത്തെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി C. മൂസ പെരിങ്ങോട്, ജില്ലാ സെക്രട്ടറി KG സണ്ണി, പ്രസ് ക്ലബ് ട്രഷറർ രഘു പെരുമണ്ണൂർ, സംസ്ഥാന ഭാരവാഹികളായ AC ഗീവർ ചാലുശ്ശേരി, ഇസ്മായിൽ പെരുമണ്ണൂർ എന്നിവർ പങ്കെടുത്തു. കോട്ടയ്ക്കൽ PSB നാട്യസംഘത്തിലെ പ്രധാന ആചാര്യനും പെരിങ്ങോട് കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയുടെ രക്ഷാധികാരിയുമായിരുന്ന കോട്ടയ്ക്കൽ ഗോപിനായർ അനുസ്മരണം ഈ മാസം 29-ന് നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. കോട്ടയ്ക്കൽ ഗോപിനായരുടെ 2ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി 29 തിങ്കളാഴ്ച വൈകുന്നേരം 5:30-ന് പെരിങ്ങോട് സ്കൂൾ ശതാബ്ദി മന്ദിരത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ PM വാര്യർ ഉദ്ഘാടനം ചെയ്യും. സംഘാടകരായ കഥകളി പ്രൊമോഷൻ സൊസൈറ്റി പ്രസിഡന്റ് PM നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ K. മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഒരു നീണ്ടകാലത്തെ ഒരു ചരിത്രം തന്നെയുണ്ട്. ആരാധ്യനായ KMS നമ്പൂതിരിപ്പാട്, പെരിങ്ങോട് സ്കൂളിലെ ആദ്യ ഹെഡ് മാസ്റ്റർ, പെരിങ്ങോടിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന KMS മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഈ കഥകളി പ്രൊമോഷൻ സൊസൈറ്റി അവിടെ ആരംഭിച്ചത്. ഏകദേശം 4 പതിറ്റാണ്ടോളം അതിന് പ്രായമുണ്ട്. അക്കാലങ്ങളിൽ തന്നെ കഥകളി പഠിപ്പിക്കുകയും 1975 ശേഷമാണ് അതിനെ കഥകളി പഠിപ്പിക്കുകയും ഇന്ന് കോട്ടയ്ക്കൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള കോട്ടയ്ക്കൽ ഉണ്ണികൃഷ്ണനെ പോലുള്ള കലാകാരന്മാരെ വളർത്തിയെടുക്കാനും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അന്നത്തെ കാലത്ത് ഗ്രാൻഡ് കെട്ടി പരിശീലന പരിപാടികളൊക്കെ നടത്താൻ സൊസൈറ്റിക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ ചരിത്രപരമായി കേരളത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ തനത് കലാ സൃഷ്ടിയായിട്ടുള്ള കഥകളിയെ ഒരു ഗ്രാമം എത്രമാത്രം അതിനെ നെഞ്ചിലേറ്റി പരിപോഷിപ്പിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ രൂപം, അതിന്റെ ഒരു അടയാളപ്പെടുത്തലാണ് കഥകളി പ്രൊമോഷൻ സൊസൈറ്റി. VT വാസുദേവൻ, ന്യായത്ത് ബാലൻ മാസ്റ്റർ, ശ്രീവത്സൻ തിയാടി, T. രാജീവ് എന്നിവർ സംസാരിക്കും. 1939-ൽ പൂമുള്ളി ശങ്കുണ്ണി നായർക്ക് കീഴിൽ കഥകളി അഭ്യസിച്ച 1946-ൽ PSV നാട്യസംഘത്തിൽ വിദ്യാർത്ഥിയായും കലാകാരനായും പ്രധാന ആശാനായും പ്രവർത്തിച്ചിരുന്നു. അരനൂറ്റാണ്ടുകാലത്തെ സേവനത്തിനു ശേഷം 1996-ലാണ് വിരമിച്ചത്. കഥകളി ആചാര്യൻ എന്ന നിലയിലും കഥകളി ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം മാതൃകാപരമായ നേതൃസ്ഥാനം വഹിച്ചിരുന്നുവെന്ന് സംഘാടകർ പറഞ്ഞു. വലിയൊരു സുഹൃത്ത് മാത്രമല്ല, ഞങ്ങളൊരു പേറ്റനും കൂടിയായിരുന്നു അദ്ദേഹം. കുറെ കാലം ഈ നാട്ടിലുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് പലർക്കും അറിയാം. അദ്ദേഹം കാര്യമായിട്ട് കോട്ടയ്ക്കൽ തന്നെയാണ് താമസിച്ചിരുന്നത്, ഇടയ്ക്ക് വന്നു പോവുകയാണ്. പിന്നെ ഒരു കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇവിടെ വന്ന ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് പോലെ ആയപ്പോൾ ഈ കഥകളി പ്രൊമോഷൻ സൊസൈറ്റിയിൽ ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ച് കൊണ്ടുവരും ചെയ്തു. പിന്നെ അദ്ദേഹം നമുക്ക് വേണ്ടി പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മാത്രമല്ല, കഥകളിയുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് പല ദിക്കിലും അദ്ദേഹം അവസാനം വരെ പ്രയത്നിച്ചിട്ടുള്ള ആളാണ്. അനുസ്മരണ സമ്മേളനത്തിന് ശേഷം രാത്രി 7 മണിക്ക് PSV നാട്യസംഘത്തിന്റെ കുചേലവൃത്തം കഥകളിയും അരങ്ങുണർത്തുമെന്ന് ഭാരവാഹികളായ PM നാരായണൻ നമ്പൂതിരിപ്പാട്, T. രാജീവ്, അഡ്വക്കേറ്റ് PM നീലകണ്ഠൻ, V. സുരേഷ്, V. സുധാകരൻ എന്നിവർ അറിയിച്ചു. വിളയൂർ എടപ്പലം SG നഗറിലെ പുലപ്രത്തൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ ശുദ്ധികലശവും നവരാത്രി ആഘോഷവും ശനിയാഴ്ച ആരംഭിക്കും. ഒക്ടോബർ 2 വരെ ആഘോഷ പരിപാടികൾ നീണ്ടുനിൽക്കും.
വിളയൂർ എടപ്പലം SG നഗറിലെ പുലാപ്പത്രൂ ദുർഗാദേവി ക്ഷേത്രത്തിലാണ് നാളെ മുതൽ ശുദ്ധിക്കലശവും നവരാത്രി ആഘോഷങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. ആമിയൂർ മന രാമൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുക. ശനി ഞായർ ദിവസങ്ങളിലാണ് ശുദ്ധിക്കലശം നടത്തുന്നത്. സെപ്റ്റംബർ 30 വൈകുന്നേരം 7:30 നവരാത്രി ആഘോഷം മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ സുധാകുമാരി നിർവഹിക്കും. സംഗീതാർച്ചന, മേളം എന്നിവയും ഉണ്ടായിരിക്കും. ഒക്ടോബർ 1 വൈകുന്നേരം ഭക്തിഗാനസുധ, ഒക്ടോബർ 2 രാവിലെ 11 മണിക്ക് പഞ്ചാരിമേള അരങ്ങേറ്റം എന്നിവയും നടക്കും. പാതിരാത്രിയിൽ കൂറ്റനാട്ടെ സ്പെയർ പാർട്സ് കടയ്ക്ക് മുന്നിൽ ഇഴഞ്ഞെത്തി പെരുമ്പാമ്പ്. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒടുവിൽ പാമ്പിനെ ചാക്കിലാക്കി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 12:15 സംഭവം. കൂറ്റനാട് പട്ടാമ്പി റോഡിൽ മരം മില്ലിന് എതിർവശത്തെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കടയുടെ മുന്നിലാണ് പെരുമ്പാമ്പിനെ കണ്ടത്. പരസ്പരം ഫോൺ വിളിച്ചറിയിച്ച് അർദ്ധരാത്രിയായിട്ടും നാട്ടുകാർ സ്ഥലത്തേക്ക് ഓടിയെത്തി. തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷിനെ വിളിച്ചു വരുത്തിയ ശേഷമാണ് പാമ്പിനെ പിടികൂടി നീക്കം ചെയ്തത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.